നമ്മൾ സേമിയ കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കാലം മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പി തന്നെയാണല്ലോ സേമിയ കേസരി. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് 3 സ്പൂൺ പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. നമുക്ക് പശു നെയ്യ് ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ബദാം ഈ ബദാം ഒന്ന് നല്ലോണം ഒന്ന് വറുത്തതിന് ശേഷം ഇതിലോട്ടൊരു 2 സ്പൂൺ മുന്തിരിയും കൂടി ആഡ് ചെയ്ത് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ആ ഒരു നെയ്യിൽ തന്നെ വേണം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം. സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് വേണം സേമിയ ഇട്ട് കൊടുക്കാൻ. വറുത്ത സേമിയ ആണെങ്കിൽ ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി. വറക്കാത്തതാണെങ്കിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം. ഞാനിത് വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കളറ് മാറുകയും ചെയ്യും, പക്ഷേ വറവായിട്ടുണ്ടാവില്ല. അപ്പം നമ്മളിത് വറുക്കുന്ന സമയത്ത് സാധാരണ പായസത്തിന് വറുക്കുന്ന ആ വറവ് പോരാ. കേസരി ആകുന്ന സമയത്ത് മുറിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. സേമിയയുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ കളറായാൽ മതി. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് സേമിയത്തിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് 1 ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുക്കാം. പാലും വെള്ളവും കൂടി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്തെടുത്ത സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വറുത്തെടുത്ത സേമിയ കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട്. പിന്നെ പഞ്ചസാര ഈ സമയത്ത് ചേർക്കണ്ട. സേമിയ ഒന്ന് അത്യാവശ്യം വെന്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സേമിയ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഞാനിത് ഇവിടെ ചെറിയൊരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു ടേസ്റ്റ് ബാലൻസിന് മാത്രം. പിന്നെ അതുപോലെ തന്നെ കേസരിക്ക് എന്തെങ്കിലും ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. സാധാരണ അധികം നമ്മൾ മഞ്ഞ കളറുള്ള കേസരി കാണാറ്. ചെറിയൊരു കളർ ചേഞ്ചിന് നമുക്ക് കുറച്ച് മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു പിഞ്ച് മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതിനി നല്ലോണം ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കണം. കുറുകിയതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത ബദാമും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ബദാമോ മുന്തിരിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യാം. ഞാൻ ബദാം എടുത്തത് കൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മിൽക്ക് മെയ്ഡാണ്. 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അധികമൊന്നും ഒഴിക്കണ്ട, 2 സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് കുറുകി വന്നോട്ടെ. ഈ സമയത്ത് ഇതിലോട്ട് 1 സ്പൂൺ ഏലക്കായ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതുപോലെ ഒരു ബ്രഷ് എടുത്ത് ഇങ്ങനെ തടവി കൊടുത്താൽ മതി. ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അധികം എണ്ണ ഒന്നും വേണ്ട, കുറച്ച് തടവി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നല്ലോണം ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പുക പോകുന്നുണ്ട്. ചൂടോടെ തന്നെയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. നല്ല മഞ്ഞ കളറാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ടാണ് ഒരു ലൈറ്റ് കളറായിട്ട് വന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടില്ല. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം എടുക്കാം. നമ്മളെ കേസരി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇതിലോട്ട് കുറച്ച് ബദാമും പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പിസ്ത പൊടിയും ഇട്ട് കൊടുക്കാം. ശരിക്കും കേസരിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. ഈ കേസരി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കണും കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്.